ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. സോ ഇന്ന് ഞാനൊരു ലൈവ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഷാർപ്പായിട്ട് അപ്പ് സൈഡ് മൂവ്മെന്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു റിവേഴ്സലാണ് പ്ലാൻ ചെയ്യുന്നത്. ഒറ്റയടിക്ക് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്ത് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. സോ 23,600 ലെവലിൽ റെസിസ്റ്റൻസ് എടുക്കുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന്റെ സയൻസ് മാർക്കറ്റ് കാണിക്കുവാണെങ്കിൽ കോൾ ഓപ്ഷൻ സെല് ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ, ട്രേഡ് എടുക്കുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ സെൻസെക്സിലായിരിക്കുന്ന ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നത്, കാരണം സെൻസെക്സിന്റെ എക്സ്പയറി ആണ്. ഓക്കെ, തീറ്റടിക്കാൻ നമുക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ട്രേഡ് എടുക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം, 2 ലോട്ട് സെല് ചെയ്യാണ് ചെയ്തത് 351 റേഞ്ചിൽ. ഓക്കെ, ഇവിടെ നിഫ്റ്റിയിൽ ഒരു 2 റെഡ് ക്യാൻഡിൽ കാണിച്ചപ്പോഴാണ് സെല് ചെയ്തത്. അറിയില്ല, ചിലപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം, ചിലപ്പോൾ താഴോട്ട് പോയി ടാർഗറ്റ് ഹിറ്റ് ചെയ്യാം. സോ എന്താണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നല്ല ഒരു ചെറിയൊരു ലോസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ലോസ് അങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുക. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 200 ലെവലിൽ ടാർഗറ്റ് ബുക്ക് ചെയ്യാം എന്നാണ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് പൊസിഷൻ ഓൺ 356 റേഞ്ച് ഫോർ 10 സ്റ്റോപ്പ് ലോസ്, ഒരു 100 പോയിന്റ് ടാർഗറ്റ്. ഓക്കെ, എനിക്കിത് ടാർഗറ്റ് കിട്ടുമെന്ന് വലിയ എക്സ്പെക്ടേഷൻ ഇല്ല, കാരണം കണ്ടില്ലേ, നിഫ്റ്റി താഴോട്ട് പോകുന്നുണ്ടെങ്കിലും ഓപ്ഷൻ പ്രൈസ് താഴോട്ട് വരുന്നില്ല. സോ ബയേഴ്സ് ഓപ്ഷൻ പ്രൈസിൽ സ്റ്റിൽ ബയേഴ്സ് അവൈലബിൾ ആണ്. ഏത് നിമിഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാം. എനിവേ, ഞാൻ ട്രേഡിൽ ഹോൾഡ് ചെയ്യാണ്. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഏത് നിമിഷം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാം. കണ്ടില്ലേ, നിഫ്റ്റിയിൽ സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിഫ്റ്റിയിൽ ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോഴും ഓപ്ഷൻ പ്രൈസിൽ അത്രയും സ്ട്രോങ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നില്ല. സോ ഇനി മാർക്കറ്റ് ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു ടേണുള്ള ഹോപ്പ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സൈഡിലോട്ടൊരു ചെറിയ മൊമെന്റം തന്നിട്ടുണ്ട്. കണ്ടല്ലേ, നിഫ്റ്റി ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിലും ഇപ്പൊ അത് സസ്റ്റെയിൻ ചെയ്യാതെ താഴോട്ട് വരികയാണ്. ഓക്കെ, ഈ മൊമെന്റ് ഒന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രീമിയത്തിൽ അത്രയും വലിയൊരു ഡ്രോപ്പ് കാണിക്കുന്നില്ല. സാധാരണ ഇങ്ങനെ ഒരു മൂവ് വരികയാണെങ്കിൽ പ്രീമിയം ഒരു 100 പോയിന്റ്സ് മൂവ് ചെയ്യേണ്ടതാണ്. അത്രയും മൂവ്മെന്റും പ്രീമിയത്തിൽ കാണിക്കുന്നില്ല. സോ ഏത് നിമിഷം ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഉണ്ടാവാം നിഫ്റ്റിയിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് എടുക്കേണ്ടി വരും. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ സ്റ്റിൽ ഹോൾഡിംഗ് ആണ് ട്രേഡ്. എൻ്റെ പ്ലാൻ അനുസരിച്ച് ട്രേഡ് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഒരു 700-800 പ്രോഫിറ്റിലാണ്. പ്രോഫിറ്റ് കിട്ടുമോ ലോസ് കിട്ടുമോ എന്നുള്ളത് നോക്കാം. കണ്ടില്ലേ, നിഫ്റ്റി ഒരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴും ഓപ്ഷന്റെ പ്രൈസിൽ അത്രയും വലിയൊരു ക്യാൻഡിൽ കാണിക്കുന്നില്ല. സോ അടുത്ത് വരാൻ പോകുന്നത് ഒരു ഗ്രീൻ ക്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഓക്കെ, കണ്ടില്ലേ, നിഫ്റ്റി കറക്റ്റ് ആയിട്ട് താഴോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഓപ്ഷൻ പ്രീമിയം താഴോട്ട് വീഴുന്നേ ഇല്ല. വിച്ച് മീൻസ് നമുക്ക് ഇന്ന് സ്റ്റോപ്പ് ലോസ് എടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. എന്താണ് എനിക്ക് തോന്നുന്നത്, മാർക്കറ്റ് ഒരു ബിഗ് ക്യാൻഡിൽ വന്ന് ഈ ഹൈ കട്ട് ചെയ്യുമെന്നാണ്. നോർമലി അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ഇങ്ങനെ ഓപ്ഷൻ പ്രീമിയം ഡ്രോപ്പ് ആവാതിരിക്കുകയാണെങ്കിൽ ഒരു വലിയ ക്യാൻഡിൽ വരും, ഈ ഹൈ കട്ട് ചെയ്യും, അടുത്ത് വീണ്ടും റിവേഴ്സ് ആവും. എന്തായാലും വെയിറ്റ് ചെയ്യാം.
ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിലും വീണ്ടും ഒരു റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ ഒരു ട്രേഡ് കൂടെ എടുക്കാം. ഓക്കെ ഓക്കെ വരുന്നുണ്ട്. ഓക്കെ പുട്ട് ഓപ്ഷൻ പക്ഷെ മുകളിലോട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ ഡ്രോപ്പ് ആവാത്ത എന്തെന്നാണ്. അത് തന്നെയാണ്, ബയേഴ്സ് ആണ് കൂടുതൽ മാർക്കറ്റിൽ. ഏത് നിമിഷവും സ്റ്റോപ്പ് ലോസ് അടിക്കാം. പിന്നെ എക്സ്പയറി ആണ് സെൻസെക്സിന്റെ, എന്നിട്ട് പോലും ഓപ്ഷൻ പ്രീമിയത്തിൽ ആ ഒരു DK കാണിക്കുന്നേ ഇല്ല. ഇനി അഥവാ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാതെ ഈ ട്രേഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഡേയ്സ് ലോ വരെ ഹോൾഡ് ചെയ്യാം. കാരണം അതൊരു പ്യുവർ വിന്നിങ് ട്രേഡ് ആയിരിക്കും. 1:5 ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എനിവേ എന്തായാലും വെയിറ്റ് ചെയ്യാം, നോക്കാം. സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ഓൾറെഡി ഓൾമോസ്റ്റ് ഒരു 2500 ലോസ് വരും. ടാർഗറ്റ് ആണെങ്കിൽ ഒരു 4000, നിയർലി 4000 എബോ ടാർഗറ്റ് വരും. അതായത് 200 ബുക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ല ഒരു 100 ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു 6000 പ്രോഫിറ്റ് വരും. എന്താ സംഭവിക്കാന്ന് അറിയില്ല. എനിവേ ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. പ്രീമിയം വീഴുന്നില്ലെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാണ്. മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ട്രേഡ് എടുത്തു, ഇനി ഒന്നുകിൽ ടാർഗറ്റ് കണ്ടില്ലേ, മാർക്കറ്റിൽ നല്ലൊരു ഫോൾ വരുന്നുണ്ട്. മാർക്കറ്റ് ഏകദേശം സ്പോട്ട് ചാർട്ട് ഏകദേശം ഡേയ്സ് ലോ വരെ അടുത്തെത്താറായി. പക്ഷെ പ്രീമിയത്തിൽ ഒരു ജസ്റ്റ് ഒരു സ്പൈക്ക് പോലും വരുന്നില്ല. ഓക്കെ ഇപ്പൊ വരുന്നുണ്ട്. ഓക്കെ എന്തായാലും വെയിറ്റ് ചെയ്യാം. 2600 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് തന്നെയാണ്. കാരണം സാധാരണ ഓപ്ഷൻസ് കാണിക്കുന്ന ഒരു ബിഹേവിയർ അല്ല ഇന്ന് കാണിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം, നോക്കാം മാർക്കറ്റ് എന്താണ്. കാരണം ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാർക്കറ്റ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ കോൾ ഓപ്ഷന്റെ പ്രൈസിൽ നല്ലൊരു സ്പൈക്ക് അപ്സൈഡ് കാണിക്കും. അതാണ് എന്റെ എക്സ്പെക്ടേഷൻ. കാരണം അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. കണ്ടില്ലേ, പുട്ട് ഓപ്ഷനിൽ മുകളിലോട്ട് പോകുമ്പോഴും കോൾ ഓപ്ഷൻ താഴോട്ട് വരുന്നില്ല. ഇങ്ങനെ പല സിറ്റുവേഷൻസ് നമുക്ക് ട്രേഡിങ് ചെയ്യുമ്പോൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. നമുക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ റൂളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. വേറൊന്നും നമ്മുടെ ഇതിൽ വരേണ്ട കാര്യമില്ല. കണ്ടില്ലേ, നിഫ്റ്റി നന്നായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. നോർമലി ഒരു എക്സ്പയറി ഡേയിൽ ഇത്രയും നല്ലൊരു ഫോള് ക്യാച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മിനിമം 150 പോയിന്റ് എങ്കിലും ഓപ്ഷൻ പ്രീമിയത്തിൽ കിട്ടേണ്ടതാണ്, ഓപ്ഷൻ സെല് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇന്നെന്തോ വിക്സ് കൂടിയതാണോ കാരണമെന്ന് അറിയില്ല. വിക്സ് കൂടുന്നുണ്ടാവും ചിലപ്പോൾ. ഇന്ത്യ വിക്സ് കൂടുന്നുണ്ട്. സോ ഓപ്ഷൻ പ്രീമിയം DK ആവാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, മാർക്കറ്റ് എന്തായാലും ഡേയ്സ് ഹൈയുടെ ബിലോ നിൽക്കുകയാണെങ്കിൽ ഇന്ന് എക്സ്പയറി ഡേ ആണ്, എന്തായാലും DK വന്നിട്ട് ഓപ്ഷൻ പ്രീമിയം ഡ്രോപ്പ് ആവും. അല്ല മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പ്ലസ് ബുക്ക് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. അതാണ് പ്രശ്നം. എനിവേ എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്.
ഓക്കെ, കുറച്ച് സമയം. ഓക്കെ, ഏകദേശം ഡൈസ്ലോയുടെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബിഗ് ഗ്രീൻ ക്യാൻഡലിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. ഓക്കെ, ഇനി അഥവാ അത് സംഭവിച്ചില്ലെങ്കിൽ ബിഗ് ടാർഗറ്റ് ആയിരിക്കും എന്ന് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഡേയ്സിലോ വരെ ഒറ്റ ക്യാൻഡിൽ വരും. ഓക്കെ, രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നുകിൽ എൻ്റെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ബിഗ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് സംഭവിക്കും. സോ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്, ഒരു 2500 അടുത്ത് വരുള്ളൂ. പക്ഷെ ടാർഗറ്റ് കിട്ടുവാണെങ്കിൽ അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഡേയ്സിലോ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത് പോലെ കാണിച്ച് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ട് വരാനായിരിക്കും സാധ്യത, അറിയില്ല. ഓക്കെ, ഇത്രയും നല്ലൊരു മൂവ് എന്റെ ഡയറക്ഷനിൽ വന്നിട്ട് ഇത്രയും പ്രോഫിറ്റ് കിട്ടാതിരിക്കുന്ന ഒരു ദിവസം ഈ ഇടയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തത് പോലെ തന്നെയാണ് മൂവ്മെന്റ് വരുന്നത്. പക്ഷെ അതിന്റെ പ്രീമിയം കണ്ടില്ലേ, ഒട്ടും ഡീക്കേ ആവുന്നില്ല. പ്രീമിയം സ്റ്റിൽ ഹോൾഡിംഗ് ആണ് ആ ലെവൽ. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരും എന്തായാലും. കാരണം അതായത് ബിഗ് മണി പ്ലേ ചെയ്യുന്നതുകൊണ്ടാണ് പ്രീമിയം വീഴാത്തത്. അല്ലാതെ റീറ്റെയിലേഴ്സിന് ഒരിക്കലും ഇത്രയും വോള്യൂം ഉള്ളൊരു പ്രീമിയത്തിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ശേഷിയില്ല. ബിഗ് മണി ഈ ഓപ്ഷൻസ് ബൈ ചെയ്യുന്നുണ്ട്. ബൈ ചെയ്തിട്ട് ഇനി അവര് ക്യാഷ് മാർക്കറ്റിൽ പോയി നിഫ്റ്റി ഇൻഡെക്സിനെ മൂവ് ചെയ്യിക്കേണ്ട ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ പൈസ ഡംപ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഡംപ് ചെയ്ത് ഇൻഡെക്സിനെ മൂവ് ചെയ്യിക്കും. അപ്പൊ അവർക്ക് അതിലും പ്രോഫിറ്റ് കിട്ടും, ഇതിലും പ്രോഫിറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്ഷന്റെ ഡൈവേർജൻസ് കാണിക്കുന്നത്. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് അറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ചിലപ്പോൾ ബിഗ് മണി വിൻ ചെയ്യാം, ചിലപ്പോൾ റീറ്റെയിലർ വിൻ ചെയ്യാം. നമുക്ക് നമ്മുടെ റൂൾ ഫോളോ ചെയ്യുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ചെയ്യാൻ. ഇത്രയും വലിയ ഫോൾ ഉണ്ടായിട്ട് ഓപ്ഷൻ പ്രൈസ് ഡ്രോപ്പ് ആവുന്നേ ഇല്ല. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല. നോർമലി അഥവാ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഡേയ്സ് ലോ കട്ട് ചെയ്യുന്ന സമയത്തെങ്കിലും ഒരു ബിഗ് ക്യാൻഡിൽ താഴോട്ട് ഉണ്ടാവണം. ഇതിപ്പോ ഡേയ്സ് ലോ ഒക്കെ കട്ട് ചെയ്തു, കണ്ടില്ലേ? ഡേയ്സ് ലോ കട്ട് ചെയ്ത് വീണ്ടും ഒരു വലിയ ബിഗ് ക്യാൻഡിൽ ഉണ്ടായി, അതും കഴിഞ്ഞ് ബിഗ് ക്യാൻഡിൽ ഉണ്ടായി, താഴോട്ട് മാർക്കറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓപ്ഷൻ പ്രൈസ് വീഴുന്നേ ഇല്ല. ഓപ്ഷൻ പ്രൈസ് സ്റ്റിൽ ഹോൾഡിങ്. അതായത് ഈ ക്യാൻഡിലെ ലോ പോലും ഓപ്ഷൻ പ്രൈസ് കട്ട് ചെയ്തിട്ടില്ല, കണ്ടില്ലേ? എനിവേ എന്തായാലും വെയിറ്റ് ചെയ്യാം. എവിടെന്നെങ്കിലും ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യേണ്ട എല്ലാ സാധ്യതയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് നോക്കാം. അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ഓക്കെ, ഹ്യൂജ് വോളറ്റൈൽ ആവാനുള്ള സാധ്യതയുണ്ട് മാർക്കറ്റ്. ഓക്കെ, 4000 അതൊരു നല്ല ക്യാൻഡിലാണ്. ആ റെഡ് ക്യാൻഡിൽ വന്നത് നൈസ് ക്യാൻഡിലാണ്, കൊള്ളാം. ഓക്കെ, അതൊരു പോസിറ്റീവ് സൈൻ ആണ് നമുക്ക്. മാർക്കറ്റിന് അതൊരു മാർക്കറ്റ് വീഴുന്ന സൈനാണ് കാണിക്കുന്നത്. ഇനി ഒരു ബിഗ് ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായാലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. ഏകദേശം 4700 പ്രോഫിറ്റ് കാണിച്ച ട്രേഡാണ്. ഓക്കെ, ഇപ്പൊ തന്നെ നിലവിൽ 4000 പ്രോഫിറ്റ് കാണിക്കുന്നത്, 3600 ഒക്കെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു ബിഗ് വിൻ ആക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അറിയില്ല, ചിലപ്പോൾ ലോസ് വരാം. ലോസ് ഈസ് പാർട്ട് ഓഫ് ദ ഗെയിം. അത് നമ്മൾ അതിൽ ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, 3600 3500 ആയി. 4700 കാണിച്ച ട്രേഡാണ്. ഞാൻ എക്സിറ്റ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ വന്ന് ടച്ച് ചെയ്തിട്ടും പോവാം.
അറിയില്ല മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് യാതൊരു ഐഡിയയും ഇല്ല. കാരണം ഓപ്ഷൻ പ്രൈസ് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ്. സാധാരണ ഒരു എക്സ്പയറി ഡേയ്സിലോ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ പ്രൈസ് അതും കഴിഞ്ഞിട്ട് മിനിമം ഒരു 10-20 പോയിന്റ്സ് എങ്കിലും ബിലോ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല. ഡേയ്സിലോ പോലും ടച്ച് ചെയ്തിട്ടില്ല ഓപ്ഷൻ പ്രൈസ്. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, ഈ ട്രേഡിൽ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഓക്കെ, നമുക്ക് ഈ റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്നാണ് തോന്നുന്നത്. ഒരു 4000 കിട്ടുന്നുണ്ട്, അത് ബുക്ക് ചെയ്തേക്കാം. കാരണം അറിയില്ല ഇതെങ്ങോട്ടാണ് മാർക്കറ്റ് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നിയർലി ഒരു 3300 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്യാം, മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇനി ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.